സലീം കുമാർ നമ്മളെല്ലാം വിട്ടുപോയി. ഏത് സംഘർഷ നിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവൻ്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീം കുമാർ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീടുകളിൽ, ഗ്രഹസദസ്സുകളിൽ എപ്പോഴും അവരെ സന്തോഷം നിർഭരമാക്കുന്ന ഒരു മുഖമായിരുന്നു സലീം കുമാർ. എന്നാൽ താനൊരു ഹാസ്യ നടൻ മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു നടൻ കൂടിയാണ് എന്ന് അദ്ദേഹം ആദമിൻ്റെ മകൻ അബുവിലൂടെ തെളിയിച്ച് ദേശീയ അവാർഡ് നേടി നമ്മുടെ എല്ലാം അഭിമാനം ഉയർത്തിപ്പിടിച്ചു. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖവും ഭാവവുമാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലെ നിറം ചാർത്തിയ തമാശകളുടെ എല്ലാം കൂടെ സലീം കുമാറിൻ്റെ തമാശ കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം മലയാളിക്ക് ഹാസ്യം എന്ന് പറഞ്ഞാൽ അതിലൊരാൾ പഴയ തലമുറയിലെ അടൂർ ബാസിയെയും ബഹദൂറിനെയും പോലെ മലയാളിയുടെ ഒരു പുതിയ കാലത്ത് സലീം കുമാർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്ത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്ന് മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ എവിടെയും, പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊരാവശ്യത്തിനും വരില്ല. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എൻ്റെ അവകാശമാണെന്ന് പറയും. ഞാൻ പറയും ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം, ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. പഠിക്കുന്ന കാലം മുതൽ അവസാന ശ്വാസം പോകുന്നത് വരെ ആ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിൽ, ആ ഉറച്ച കോൺഗ്രസ് ബോധ്യത്തിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും അവസാനം പങ്കെടുത്ത പരിപാടി ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറവൂരിലെ പൗരാവലി എനിക്ക് നൽകിയ സ്വീകരണത്തിനാണ്. അതിനു മുമ്പ് ഞാൻ പങ്കെടുക്കുന്നത് കൺവെൻഷനിലും തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നാൽ എൻ്റെ വീട്ടിലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലോ ഉണ്ടാവും. അത്രമാത്രം ഹൃദയബന്ധമാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിടപറയൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് വീണ്ടും അദ്ദേഹത്തിന് കടുത്തൊരു ഹൃദയാഘാതം ഉണ്ടായി, ആ വേർപാടുണ്ടായത്. ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്, ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും, ഞങ്ങളെല്ലാവരും ചേർത്ത് നിർത്തും. ഒരു കാര്യമില്ല, ഇവിടെ എല്ലാവർക്കും ഉണ്ടായ പ്രയാസത്തിൽ, ദുഃഖത്തിൽ ഞാൻ പങ്കുചേരും.